ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എച്ചു പോട്സ്. എടാ മക്കളെ, നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്ന് അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. ഫസ്റ്റ് എക്സാം ഫിസിക്സിൻ്റെ ഒരുക്കത്തിലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ CS-ൻ്റെ അവസ്ഥ, അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാം അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം എക്സാം എഴുതാൻ പോകുന്ന മക്കൾ ചൊവ്വാഴ്ച എഴുതാൻ പോകുന്ന എക്സാമിന് എന്തൊക്കെ രീതിയിൽ പഠിക്കണം, നമ്മുടെ വെയിറ്റേജ് ഒന്ന് നോക്കാം അല്ലേ. ചാപ്റ്റർ വെയിറ്റേജ് നോക്കുമ്പോൾ 2023 ഡിസംബർ ആട്ടോ, ലാസ്റ്റ് ഇയറിൽ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ പേപ്പറിൽ 2023 ചാപ്റ്റർ നമ്പർ 1 മുതൽ ചാപ്റ്റർ നമ്പർ 10 വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റർ മുതൽ ചാപ്റ്റർ നമ്പർ 10 PHP വരെ നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ആക്കണം. അപ്പോൾ എന്തൊക്കെയാണ് വെയിറ്റേജ് വന്നത്? 6 മാർക്കാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്ററിൽ വന്നത്. അപ്പോൾ നോക്കടാ, കംപ്ലീറ്റ് ഇതൊരു 6 തന്നെയാണ് അതിൻ്റെ കോമൺ വെയിറ്റേജ് വരിക. ചാപ്റ്റർ 2ൻ്റെ കേസിൽ നമുക്കറിയാം എന്താ ചാപ്റ്റർ 2ലുള്ള ഊപ്പിൻ്റെ കോൺസെപ്റ്റ്സ് അല്ല, ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, അതെല്ലാം ഒരു 3 മാർക്കിനെ വരുന്നുള്ളൂ. ചാപ്റ്റർ 3ലേക്ക് വരുമ്പോൾ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറാണ്. ലിഫോ എന്താ ലിഫോ, സ്റ്റാക്ക് അല്ലേ, സ്റ്റാക്ക് ക്യൂ, ആ കാര്യങ്ങൾ അതിൻ്റെ അൽഗോരിതം എല്ലാം വരുന്നത് ഒരു 4 മാർക്കേ ഉള്ളൂ. ലാസ്റ്റ് ഇയർ ആട്ടോ, ലാസ്റ്റ് ഇയർ. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ഈ വർഷവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ സ്റ്റഡി പ്ലാനും സെറ്റ് ചെയ്യേണ്ടത്. റെഡി അല്ലേ? നിങ്ങളുണ്ടാവില്ല. അപ്പോൾ നോക്കാം. ചാപ്റ്റർ 4ൽ വെബ് ടെക്നോളജിയാണ്. അതെ, വെബ് ടെക്നോളജി, HTML വെബ് പേജ് ഡിസൈനിങ്. എൻ്റെ മക്കളെ, ചാപ്റ്റർ നമ്പർ 5 +2ലുള്ള ഏറ്റവും വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് വെബ് ഡിസൈനിങ് യൂസിങ് HTML. എന്തൊക്കെയാടാ? ലിസ്റ്റ് ഉണ്ട് അല്ലേ, ടേബിൾ ഉണ്ട്, ഫോം ഉണ്ട്, അതൊക്കെ വെബ് പേജ് ഡിസൈൻ ചെയ്യണം. എത്ര മാർക്കാണ്? 16 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ പ്ലാൻ. നോക്കടാ, പ്രീവിയസ് ഇയറിലേക്ക് 2022, 19, 18, 17 ഒക്കെ വരുന്നത് ആ വെയിറ്റേജ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഫോക്കസ് ചെയ്ത് തന്നെയാണ് അത് പഠിക്കേണ്ടത്. അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ഫോമിൻ്റെ കണ്ടിന്യൂഷനാണ് ജാവാസ്ക്രിപ്റ്റ്. അതിൽ നിന്ന് വരുന്നത് 13 മാർക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള വെബ് ഹോസ്റ്റിംഗ് എന്ന് അല്ലേ, ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് മാത്രം പഠിച്ചാൽ മതി. അതാണ് 8 മാർക്ക് അതിൽ നിന്ന് വരുന്നുണ്ട് വെയിറ്റേജ്. ദെൻ കം ടു DBMS, മറ്റൊരു സെക്ഷനാണ്. നമ്മുടെ ആക്ച്വലി 5 ലാംഗ്വേജും ഇവിടെ +2 ക്രിസ്മസ് എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഇനി മോഡലിന് ആകെ 2 ചാപ്റ്റർ കൂടെ പഠിക്കാനുള്ളൂ. അത് ഇപ്രാവശ്യം തന്നെ ക്രിസ്മസിന് ഈ ആദ്യത്തെ 10 ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി പോകുന്നു. ആ സെറ്റാക്കി പോയാലുള്ള ബെനിഫിറ്റ് അടുത്ത മാസം നിങ്ങൾക്ക് എന്താണ്, പ്രാക്ടിക്കലാണ്. ആ പ്രാക്ടിക്കലി ഇതൊക്കെ നമുക്ക് വീണ്ടും ഉപകാരപ്പെടും അല്ലേ. 5 ലാംഗ്വേജ് ഉണ്ട്. ഇതാ C++ ഇവിടെ വന്നു, ദെൻ HTML ഇവിടെ വന്നു ഈ 2 ചാപ്റ്ററിൽ. മൂന്നാമത് ജാവാസ്ക്രിപ്റ്റ്, മൂന്നാമത് ലാംഗ്വേജ് ഡിസ്കസ് ചെയ്തു. ദെൻ ഏതാ നമ്മളെ SQL, ഇതാ PHP, എല്ലാം ഇവിടെ കയറി വരികയാണ്. അപ്പോൾ 5 ലാംഗ്വേജ് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഈ ക്രിസ്മസ് എക്സാമിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് സെറ്റാകും. പിന്നെ 2 ചാപ്റ്ററേ ഉള്ളൂ, 2 തിയറി ചാപ്റ്റർ ഉള്ളൂ, അത് നമുക്ക് സെറ്റാക്കാം അല്ലേ ലാസ്റ്റിക്ക്. അപ്പോൾ DBMS-ലാണെങ്കിൽ 11, SQL ആണെങ്കിൽ 8, PHP ആടാ 3 മാർക്കേ ഉള്ളൂ. അതെന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റെഡി? അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് 2 പാർട്ടാണ്. പക്ഷെ എത്ര മാർക്കുണ്ട്? 6 മാർക്കാണുള്ളത്. അപ്പോൾ പക്ഷെ ഒരുപാട് പഠിക്കാണ്ടെന്ന് തോന്നും. നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഇതാ സ്ട്രക്ചർ വേഴ്സസ് അറേ. ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. 3 പോയിന്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കണം. ദെൻ സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കും. വേരിയബിൾ അവിടെ നിൽക്കട്ടെ, നെസ്റ്റഡ് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റർ ആൻഡ് അറേയിൽ പോയിന്ററിൻ്റെ ഡെഫിനിഷൻ, അവിടെ യൂസ് ചെയ്യുന്ന ആംബ്രസൻറ്റും സ്റ്റാറും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ യൂസ് ചെയ്യാം പോയിന്റർ ആൻഡ് അറേ? എവിടെ പോയിന്റർ ആൻഡ് അറേ? ഇതാ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ഓർമ്മ ഉണ്ടോ? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. നിങ്ങളുണ്ടാവില്ലേ? യെസ്, നമുക്ക് സെറ്റാക്കിയിട്ട് ചാപ്റ്റർ 1 to 10 നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. എക്സാമിൻ്റെ തൊട്ട് ബാക്കിൽ അല്ലേ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റാക്കും, പൊളിച്ചടക്കും ക്രിസ്മസ്. അത് തന്നെ മതി നിങ്ങൾക്ക് പബ്ലിക്കിനും. റെഡി അല്ലേ? യെസ്, നമുക്ക് നോക്കി നോക്കാം. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ചാപ്റ്റർ 2ൻ്റെ കേസിലാണെങ്കിൽ ഊപ്പാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റിൽ ഇതാ ഫസ്റ്റ് പ്രോഗ്രാമിംഗ് പാരഡിഗമാണ്. 2 പാരഡിഗം ഉണ്ട്. ഏതൊക്കെ? യെസ്, ടോപ്പ് ഡൗൺ അല്ലേ. 2 ടൈപ്പ് പാരഡിഗം. എന്താ അല്ലേ, ഊപ്പും പോപ്പും തമ്മിൽ 2 പാരഡിഗം ഉണ്ട്. അതേപോലെ ഊപ്പിൻ്റെ കോൺസെപ്റ്റ്സ് ഉണ്ട്, 7 കോൺസെപ്റ്റ്സോളം ഉണ്ട്. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, മോഡുലാരിറ്റി, അതിൻ്റെ ടൈപ്സ്, അതെല്ലാം പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. കം ടു ചാപ്റ്റർ 3.
ചാപ്റ്റർ 3ൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് അറിയാം. ക്ലാസിഫിക്കേഷൻ നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻസ് നോക്കണം, അത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാക്കിൻ്റെ അൽഗോരിതം, ക്യൂവിൻ്റെ അൽഗോരിതമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. 4 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ് അല്ലേ. ഇത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ദെൻ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു ഡയഗ്രാം. കം ടു ചാപ്റ്റർ 4. ചാപ്റ്റർ 4 ഒരുപാട് ലെങ്തി ചാപ്റ്ററാണ്. HTML ആണ് മൊത്തത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. അതിൽ വേണ്ടത് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും അതിൽ പഠിക്കണം. അതേപോലെ ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഇതാ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള HTML എല്ലാ ടാഗുകളും എല്ലാ കമൻസുകളും എല്ലാം പഠിക്കണം, സെറ്റാക്കണം കേട്ടോ. ചാപ്റ്റർ 5ലേക്ക് ഇറങ്ങണമെങ്കിൽ 16 മാർക്കാണ് മക്കളെ ഈ ചാപ്റ്ററിന് മാത്രമുള്ള വെയിറ്റേജ്. 16 മാർക്കാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഇതാ ഇവൻ മാത്രം ലിസ്റ്റാണ്. അൺഓർഡേർഡ് അല്ലേ, 3 ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്. അൺഓർഡേർഡ്, ഓർഡേർഡ്, ഓർഡേർഡ് ഡെഫിനിഷൻ ലിസ്റ്റ്, 3 ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്. അതേപോലെ പിന്നെ വേണ്ടത് ടാബിൾ ക്രിയേറ്റ് ചെയ്യുന്ന TR, TH, TD അല്ലേ, ടാബിൾ ടാഗ്. അതേപോലെ TR, TH, TD ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ലാസ്റ്റ് വൺ ഈസ് ഫോമാണ്. വെബ് പേജിൽ എങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ജാവാസ്ക്രിപ്റ്റ്. കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡാറ്റ ടൈപ്സ് ഡിസ്കസ് ചെയ്യണം. വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറേ വരാറില്ല. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് 6 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. അലേർട്ട്, ഈസ് ഞാൻ, ടു അപ്പർ കേസ്, ടു ലോവർ കേസ്, ക്യാർ അറ്റ്, ലെങ്ത്. സെറ്റാക്കണം നമുക്ക്. റെഡി അല്ലേ? യെസ്. ചാപ്റ്റർ 7ലേക്ക് ഇറങ്ങുമ്പം വെബ് ഹോസ്റ്റിംഗ് ആണ്. വെബ് ഹോസ്റ്റിങ്ങിൽ നിങ്ങൾ ഇത് മാത്രം പഠിക്കാം. ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് 8 മാർക്കാണ്. ഡിസംബർ 2023 ചോദിച്ചത് 8 മാർക്കാണ് ഈ ചാപ്റ്ററിന് മാത്രം. പബ്ലിക് എക്സാമിന് 5 മാർക്കാണ് വെയിറ്റേജ്. 5 മാർക്ക് വെയിറ്റേജ് വരുമ്പോൾ ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്, ഷെയർഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് VPS, വെർച്വൽ പ്രൈവറ്റ് സെർവർ. ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റാക്കണം കേട്ടോ, സെറ്റാക്കാം നമുക്ക്. യെസ്. അതോടൊപ്പം ചെറുതായിട്ടൊന്ന് പഠിക്കാം ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ്. ഫ്രീ ഹോസ്റ്റിംഗ് കൂട്ടത്തിൽ ഒരു FTPൻ്റെ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഞാൻ സെറ്റാക്കി തരാം. റെഡി? ചാപ്റ്റർ 8 വളരെ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. DBMS എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻറ്റേജ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് DBMS. കമ്പണൻസ് പൊതുവെ വരാറില്ല. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പിന്നെ അതേപോലെ പ്രൊസീജിയർ ആൻഡ് യൂസർ. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഒരുപാട് തവണ ചോദിച്ചതാണ്. 3 ടൈപ്പ് അബ്സ്ട്രാക്ഷൻ ഉണ്ട്. ഏതൊക്കെ? ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഡാറ്റ ഇൻഡിപെൻഡൻസ് 2 ടൈപ്പ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. സെറ്റാക്കണം നമുക്ക്. 4 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ, നേവി യൂസർ. ദെൻ RDBMS അങ്ങനെ വരാറില്ല. ഇതാ 9 ടേംസുകളുണ്ട്. 9 ടേം. എൻറ്റിറ്റി, റിലേഷൻ, ടപ്പിൾ, ആട്രിബ്യൂട്ട്, കാർഡിനാലിറ്റി, ഡിഗ്രി, ഡൊമൈൻ, സ്കീമ, ഇൻസ്റ്റൻസ്. സെറ്റാക്കണം, ഇമ്പോർട്ടൻ്റാ. ഇതിൻ്റെ കൂടെ എനിക്ക് വിട്ടുപോയ സാധനമുണ്ട്, കീസ്. 4 ടൈപ്പ് കീസ് ഉണ്ട്. കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. ഓരോന്നും എന്താണെന്നുള്ളത് പഠിക്കണം. ദെൻ റിലേഷണൽ ആൾജിബ്ര. 6 ഓപ്പറേഷൻസ്. ഏതൊക്കെയാ? സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓരോന്നും അത്രയും വെയിറ്റേജുകളാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് SQL കമാൻഡ്സുകളാണ് പഠിക്കേണ്ടത്. SQL കമാൻഡ്സുകളാണ് DDL കമാൻഡ്സ്, DML കമാൻഡ്സ് ആൻഡ് DCL കമാൻഡ്സ്. സെറ്റല്ലേ? അപ്പോൾ അതിൻ്റെ SQLൻ്റെ ഡാറ്റ ടൈപ്സ് പഠിക്കണം. പിന്നെ ഓരോന്നിൻ്റെ സിൻടാക്സ് പഠിക്കണം. ആൻഡ് കം ടു ചാപ്റ്റർ 10 PHP. നിങ്ങളുടെ ടേമിൽ തന്നെ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ പഠിച്ചാൽ മതി. നിങ്ങളുടെ സ്കീം ഓഫ് വർക്കിൽ അല്ലേ, സ്കീം ഓഫ് വർക്കിൽ ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ഇല്ല. അതിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാ ഇത് പഠിക്കണം. ഈ ഓവർവ്യൂവും പഠിക്കണം. ഈ ഓവർവ്യൂവിലാണ് പ്രിന്റ് വേഴ്സസ് എക്കോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പ്രിന്റ് വേഴ്സസ് എക്കോ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ SQLൻ്റെ ഡാറ്റ ടൈപ്പുകൾ. SQL അല്ല, PHPയുടെ ഡാറ്റ ടൈപ്സ്. ഇത് മാത്രം സെറ്റാക്കിയാൽ മതി. നിങ്ങൾ റെഡി അല്ലടാ? അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം പൊളിച്ചടക്കും. യെസ്, ഓൾ ദ ബെസ്റ്റ്.